മാഡം, ഈ സ്ഥലത്തിൻ്റെ ലീസ് കഴിയാറായില്ലേ? ഇവർക്ക് വിൽക്കാമെന്ന് വിചാരിക്കുന്നു. സ്ഥലം കാണാമെന്നാ ഇവർ. എന്താ നിങ്ങൾ പറയുന്നത്? അവസാനം 5 വർഷത്തേക്ക് ലീസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2 വർഷമല്ലേ ആയുള്ളൂ. അപ്പോഴേ നിങ്ങൾ വിൽക്കുന്നെങ്കിൽ ഞാൻ വാങ്ങിക്കൊള്ളാന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല മാഡം. ജീവ എവിടെ വന്ന് എല്ലാ എഗ്രിമെന്റും ക്യാൻസൽ ചെയ്ത് ലീസ് ഡെപ്പോസിറ്റ് എമൗണ്ട് വരെ വാങ്ങിയല്ലോ. ഈ സ്ഥലം ഒഴിയുന്നതിന് നോട്ടീസൊന്നും വേണ്ട, ഉടനെ ഒഴിഞ്ഞു തന്നേക്കാവെന്ന് പറഞ്ഞല്ലോ. അത് മാത്രമല്ല മാഡം, എന്റെ ഫൈനാൻസ് വാങ്ങിയ വണ്ടിക്കെല്ലാം CC അടയ്ക്കാൻ കഴിയാത്തതിനാൽ വണ്ടിയെല്ലാം സറണ്ടർ ചെയ്യാമെന്ന് പറഞ്ഞു മാഡം. ഞാനൊരു കാർ ബ്രോക്കറാ. ജീവ സാർ നിങ്ങളുടെ വണ്ടികളുടെ ലിസ്റ്റ് എല്ലാം തന്നിട്ട് വാങ്ങാൻ ആളുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു മാഡം. മാഡം, ബാങ്കിൽ പണമൊന്നുമില്ല മാഡം. എല്ലാം ജീവ പിൻവലിച്ചു മാഡം. ഈ മാസം ശമ്പളം കൊടുക്കാൻ പോലും പണമില്ല മാഡം. സാറ് മനസ്സുമാറി സ്ഥലം നമുക്ക് തരാമെന്ന് പറഞ്ഞപ്പോലും നമ്മുടെ കൈ കാശില്ല മാഡം. അയ്യോ, എന്റെ തല പെരുക്കുന്ന പോലെ. ഇറങ്ങട വെളിയിൽ, ഇറങ്ങട. എന്നെ വഴിയാധാരമാക്കിയില്ലേടാ. ഞാൻ എന്ത് ദ്രോഹമാ ചെയ്തത്? നിന്നെ പെറ്റതാണോടാ? മാർ മോളെ, എനിക്കിന്ന് രണ്ടിലും അറിയണം. ഇല്ല മോളെ, ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല. കൊച്ചു കുഞ്ഞായിരുന്നപ്പോ എന്നെ ചുറ്റും നടന്നിരുന്ന ഗുരുവിനെ ദത്ത് കൊടുത്തതിന്റെ പാപമായിരിക്കും ഇതൊക്കെ. ഗുരു എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. എന്തിനാടാ ഗുരുവിന് ദത്ത് കൊടുത്തേ? അച്ഛനെ കൊല്ലുന്നത് നേരിൽ കണ്ട അവൻ ആപത്ത് വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാടാ കൊടുത്തേ. വേദനയോടെയാ കൊടുത്തേ. ഗുരുവിനെ കൊടുത്തിട്ട് നിന്നെ ഞാൻ വളർത്തിയില്ലേടാ. എന്റെ തലയിലെടുത്ത് പോടാ. ഇവനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവന്റെ അച്ഛൻ ഗുരുവിനെ എടുത്തിട്ട് ഇതാ വരുന്നെന്ന് പറഞ്ഞു പോയതാ. കുത്തുകൊണ്ട് മരിച്ചെന്ന വാർത്തയാ പിന്നീട് അറിഞ്ഞത്. അച്ഛനെ കൊന്ന നേരിൽ കണ്ട ഗുരുവിന് ആപത്ത് വരാതിരിക്കാൻ ആ മൃതദേഹം നേരിൽ കാണാൻ പോലും ഞാൻ പോയില്ല. അനാഥനെ പോലെയാ അവരെ അടക്കിയത്. കൺമുന്നിൽ അച്ഛനെ വെട്ടി കൊല്ലുന്നത് കണ്ട ഗുരുവിന്റെ മനസ്സ് എത്ര വേദനിച്ചിരിക്കും. പാതിരാത്രിയിൽ ഉണർന്ന് വിതുമ്പും അലറും. അതുകൊണ്ടാ വിദേശത്ത് എവിടെയും വളരട്ടെ എന്ന് കരുതി കൊടുത്തയച്ചത്. തിരിഞ്ഞു നോക്കി ഒന്നും അറിയാതെ കരഞ്ഞുകൊണ്ടാ പോയത്. ആ പെഞ്ചു കുഞ്ഞ് എന്ത് വേദനിച്ചു കാണും. ഇവനെ കാണുമ്പോഴൊക്കെ ഗുരുവിനെ കാണുന്നത് പോലൊരു തൃപ്തി. ഇവനിവിടെ സമാധാനത്തോടെ ഉറങ്ങുമ്പോ അവൻ അവിടെ സമാധാനത്തോടെയാണോ ഉറങ്ങുന്നതെന്ന് ആദി. എടാ, നിനക്കറിയില്ലടാ എന്റെ വേദന. അവനെ വിറ്റ കാശ് കൊണ്ടാടാ നിന്നെ വളർത്തി ആളാക്കിയ. ഈ സ്വത്തല്ല ആ ജന്മം കൊണ്ട് നിനക്ക് തന്ന ഭിക്ഷയാടാ. ഇത് നശിപ്പിക്കാനും വിൽക്കാനും നിനക്ക് അവകാശമില്ല. അവിടെ നിൽക്കുന്നില്ലേ ആ റൗഡികൾക്ക് നിനക്ക് എന്താടാ വ്യത്യാസം? എന്താ റൗഡി എന്ന് വിളിച്ചല്ലോ? എന്നെയാണോ വിളിച്ചത്? എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ഉണ്ടോ? പറയൂ, തീർത്തു തരാം. അടിച്ച കൈക്കൊരു 9 തരട്ടെ. ഇവനെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഡാ, ഇത് കണ്ടോടാ, നോക്കടാ.
എന്താടാ ടെൻഷനാണല്ലോ? ആ ഡ്രൈവിംഗ് സ്കൂളിലെ ജീവൻ നമ്മുടെ ആളുകളെ അടിച്ചു സാർ. മൊട്ടസുര, രവി, സ്റ്റീഫൻ 3 പേരും ആശുപത്രിയില്ല. ഇത് കേട്ടാ നിങ്ങൾക്ക് ടെൻഷൻ ആവൂലേ? അതാ മിണ്ടാതിരുന്നേ. ജീവ, നീ എനിക്ക് സൂചി പോലെയാ. എന്നാലിപ്പോൾ എന്റെ കണ്ണിലാ വീണത്. മുറിവേറ്റു. നീ ആളുകളെ അടിക്കുന്നത് ഇതോടെ അവസാനിപ്പിച്ചോണം. എടാ, തൂത്തുക്കുടി ഗുരു തല ഇപ്പോഴല്ലേ ആദ്യമായി മുഖം ഞാൻ കണ്ടത്. എന്റെ അടുത്തേക്ക് ജീവയെ അയച്ചിട്ട് പാൻറിട്ട് വേഷം മാറി നിൽക്കാൻ നാണമില്ല നിനക്ക്? എടാ ഫെർണാണ്ടസ്, തോക്ക് മാറ്റാൻ പറയടാ, എനിക്ക് ജോലിയുണ്ട്. ഇവനെ കൊന്നിട്ട് നിങ്ങൾ ജയിലിൽ പോണ്ട. കാലൻ എതിരെ വരുന്നുണ്ട്. നമസ്കാരം അണ്ണാച്ചി. ഇപ്പോ ആ തോക്കിങ്ങ് തരുന്നോ? ആ ഇരട്ടക്കുഴൽ തോക്കെന്ന് പറയില്ലേ, അതീതാ.
അണ്ണാച്ചി, നരസിംഹത്തിലെ മോഹൻലാലിനെ പോലെ ഇരുന്ന് നിങ്ങളിപ്പോ താളവട്ടത്തിലെ മോഹൻലാലിനെ പോലെ ആയല്ലോ. തലയ്ക്ക് വലിയ അടി കിട്ടിയതിനാൽ ഇനി മെമ്മറി വർക്ക് ചെയ്യില്ല. അതെപ്പോ വർക്ക് ചെയ്തു? ഇപ്പൊ വർക്ക് ചെയ്യാൻ. നേഴ്സ്, കെട്ടഴിച്ച് ഓപ്പറേഷൻ തയ്യാറാക്ക്. വേഗം മുട്ടയടിക്കാൻ ഏർപ്പാട് ചെയ്യും. വീണ്ടും മുട്ടയോ? ഗുരു, അമ്മയ്ക്ക് എന്തായാലും ഓർമ്മ തിരിച്ചു വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മ കണ്ണു തുറക്കുമ്പോ നമ്മൾ രണ്ടുപേരും കാണട്ടെ, പ്ലീസ് പ്ലീസ് പ്ലീസ്. എടാ എന്റെ മുഖച്ചായം വെച്ചോണ്ട് കെഞ്ചാതടാ. അമ്മ കണ്ണു തുറക്കുമ്പോ നിന്നെ മാത്രം കണ്ടാ മതി. ഞാൻ തൂത്തുക്കുടിക്ക് പോയി കോടതിയിൽ സറണ്ടർ ആവാൻ പോവാ. എല്ലാവരോടുമായിട്ട് പറയുക, അമ്മയുടെ കാലം വരെ ഗുരു വിദേശത്ത് തന്നെ ഇരിക്കട്ടെ. മനസ്സിലായോ? ജീവ, തൂത്തുക്കുടിയിൽ നിനക്കുണ്ടായ പ്രശ്നങ്ങൾ ഇതോടെ തീർന്നു. സന്തോഷമായിട്ടിരിക്കടാ. നിൽക്കതല്ലേ, നമ്മുടെ പങ്കും പിരിച്ചെടുക്കണ്ടേ? അതൊന്നും വേണ്ടടാ.